ലക്ഷ്മണൻ ചെറുകുന്നിന്റെ എഴുത്തിന് മധുരം അല്പം കൂടും. കാരണം അദ്ദേഹത്തിന്റെ ബേക്കറി ഒരു പുസ്തകശാല തന്നെയാണ്. എഴുത്തും നാടകവും ഒപ്പം ബേക്കറിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ലക്ഷ്മണൻ ചെറുകുന്നിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ 35 വർഷത്തിലേറെയായിട്ട് നാടകരചന കൊണ്ടുപോകുന്നുണ്ട്, എഴുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളൊന്ന് പറയും? അത് ചെറുപ്പത്തിൽ ഒരുപാട് എഴുതാനുള്ള ഒരു ടെൻഡൻസി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എഴുതുന്നതൊക്കെ മിക്കവാറും ഫ്രണ്ട്സിൻ്റെ നിർബന്ധപ്രകാരമാണ്. ഈ നാടകങ്ങളെല്ലാം പ്രത്യേകിച്ച് ഉണ്ടായത് അങ്ങനെയാണ്. എൻ്റെ അടുത്ത നാടക ഫ്രണ്ട്സ് വന്നിട്ട് കൂട്ടം കൂടി ഇരിക്കുമ്പോൾ അത് ലക്ഷ്മണൻ തന്നെ ചെയ്യണം എന്നുള്ള നിലയിലാണ് നാടകങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പൊതുവേ ഈ പ്രശസ്തങ്ങളായ നാടകങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങളിൽ നിന്നാണ്. അതതിൻ്റെ വലിയ കാര്യം. അതായത് എൻ്റെ എല്ലാ എഴുത്തിനും ഫ്രണ്ട്സിൻ്റെ വല്ലാത്ത ഒരു സ്വാധീനമുണ്ട്. അതതിൻ്റെ വലിയ കാര്യം. അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ഈ സ്കൂൾ തലത്തിലൊക്കെ ശരിക്കും എഴുത്തുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇല്ല, ആ സമയത്ത് കവിത കഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറിക്കുന്നുണ്ടായിരുന്നു. നാടകമായിട്ട് ബന്ധമുണ്ടായിട്ടില്ല. അതൊക്കെ കുറിച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു 2010 വരെ ഈ കവിതകൾ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രധാനപ്പെട്ട നാടകങ്ങൾ ഏതൊക്കെയാണ്? അതിനെ കുറിച്ചുകൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാം. അതിൽ പ്രധാനപ്പെട്ട നാടകം എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന നാടകമാണ് എനിക്ക് ഏറ്റവും പ്രശസ്തി ഉണ്ടാക്കി തന്ന ഒരു നാടകം. അതുപോലെ കുരങ്ങൻ്റെ കൈപ്പത്തി, അത് മങ്കീസ് പോ എന്ന് പറയുന്ന W ജേക്കബിൻ്റെ നാടകത്തിൻ്റെ ഒരു പുനർവ്യാഖ്യാനമാണ്. അതുപോലെ കടൽ തീരത്ത്, അത് നമ്മുടെ OV വിജയൻ്റെ കഥയുടെ ഒരു രൂപാന്തരമാണ്. അലാവുദ്ദീനും അത്ഭുത വിളക്കും, അതുപോലെ കാശ്മീരം, അതൊക്കെയാണ് പ്രശസ്തങ്ങളായ നാടകങ്ങൾ. ഏകദേശം 30ഓളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ മിക്കതും ഈ പറഞ്ഞതുപോലെ നല്ല പേര് ഉണ്ടാക്കി തന്നൊരു നാടകമാണ്, പ്രശസ്തങ്ങളായ നാടകങ്ങളാണ്. എന്നുള്ള നിലയിലാണ് ഈ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഈ ബേക്കറി കച്ചവടവും ഇതും തമ്മിൽ യോജിച്ച് പോകാറില്ല. ചില സമയത്ത് നല്ല എഴുത്തിൻ്റെ ഒരു മൂഡ് വരുന്ന സമയത്തായിരിക്കും ആൾ വരിക, അത് കട്ടാവും. അങ്ങനെ പ്രശ്നമുണ്ട്. അത് കച്ചവടം രണ്ട് തന്നെയാണ്, വല്ലാത്ത പ്രയാസമാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ. അതായത് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 2 ആഴ്ച മുന്നേ സന്തോഷ് കീഴാറ്റൂരിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രതാപപ്പാടിയിൽ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട് ഒരു ഏകപാത്രം എഴുതി. ആ എഴുതുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ പല ടെൻഷൻ, ഈ കച്ചവടത്തിൻ്റെ ഒരേ കാര്യങ്ങളുണ്ട്. അതിനടിയിൽ എഴുതി തീർത്തു. അത് ഇവിടുന്ന് ഇരുന്നിട്ട് എഴുതിയത്, ഒറ്റയടിക്ക് എഴുതിയതാണ്. ഒരു 2 ദിവസം കൊണ്ട് എഴുതി തീർത്തിയതാണ്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ അവസാനമായിട്ട് ഒരു പുസ്തകം കൂടി ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അത് പാവങ്ങൾ എന്ന് പറയുന്ന വിക്ടർ ഹ്യൂഗോൻ്റെ പ്രശസ്തമായ നോവലിൻ്റെ ഒരു ആവിഷ്കരണമാണ്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഈ പൂർണ്ണമായിട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും ജീൻ വാൽജീൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ വെച്ചിട്ട് ചെറിയ സാധനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ അത് വലിയൊരു നാടകമാക്കണം എന്നുള്ള നിലയിൽ നമ്മളെ ഇവിടുത്തെ കൂട്ടുകാർ എന്നെ ഏൽപ്പിച്ചു. പുരോഗമന കലാസമിതി എന്ന് പറഞ്ഞ പ്രശസ്തമായ സംഘടനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 60ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം എന്ന നിലയിലാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. ഏകദേശം 30ഓളം വരുന്ന കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ സാധനം ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങാൻ പോവുകയാണ്, പുറത്തിറങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? മുൻപ് എഴുതിയ പുസ്തകം, ഇനി എഴുതാൻ പോകുന്ന പുസ്തകം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. പാവങ്ങൾ എന്ന് പറയുന്ന ബുക്കാണ് ഞാൻ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അത് വിക്ടർ ഹ്യൂഗോയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലിൻ്റെ ഒരു നാടക രൂപാന്തരം തയ്യാറാക്കണം എന്നുള്ളത് നമ്മുടെ പുരോഗമന കലാസമിതിയുടെ 60ാം വാർഷികത്തിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്തു. പക്ഷെ അത് ബുക്ക് ആക്കിയതിന് ശേഷം പല സാങ്കേതിക വിഷമങ്ങൾ നിമിത്തം അത് ചെയ്തില്ല. അതുപോലെ വലിയ സംവിധായകർ നമ്മൾ സമീപിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ബുക്ക് അവിടെ കടന്നു. അപ്പോൾ കുറച്ച് നാൾ ഇപ്പോൾ അടുത്ത കാലത്ത് അത് പുസ്തകമാക്കാൻ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പോൾ ഞാൻ പുരോഗമന കലാസായ സംഘത്തിൻ്റെ പ്രവർത്തനമായിട്ട് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ അതിന് സംഘാടനം ചെയ്യുക, പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോളൂ എന്നുള്ള നിലയിൽ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പാവങ്ങൾ ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ പ്രസിഡൻ്റായിട്ടുള്ള കേരളത്തിലെ സംവിധായകർ വായിച്ചപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞൊരു നാടകമാണ്. അത് ആ രീതിയിൽ കൊണ്ടുവന്ന് ആ നാടകത്തിൻ്റെ രചന കൊണ്ടുവന്നതിനെ പറ്റി വലിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ KM രാഘവൻ നമ്പ്യാരാണ് അതിൻ്റെ അവതാരിക എഴുതുന്നത്. അതുപോലെ കരൂർ മുരളീധരനാണ് അത് പ്രകാശനം ചെയ്യുന്നത്. അവർക്കൊക്കെ ഞാനൊരു നല്ല ആത്മബന്ധമുള്ളതാണ്. അപ്പോൾ അവർ താല്പര്യം കാണിച്ചു. അങ്ങനെയാണ് ആ ബുക്കിലേക്ക് വരുന്നത്. അത് ജനുവരി 18 പ്രകാശനം അതിൻ്റെ. ഓക്കെ. നാടകങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഈ 35 വർഷമായി നാടകത്തിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേകമായിട്ട് ഇഷ്ടമുള്ള നാടകമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഓക്കെ, ഇഷ്ടമുള്ള നാടകം എനിക്ക് ഏറ്റവും ഞാൻ എഴുതിയിട്ട് ഏറ്റവും എനിക്ക് ഒരു ആത്മസംതൃപ്തി എഴുതിയ നാടകം മായാസാഗര ദ്വീപ് എന്ന് പറഞ്ഞ നാടകമാണ്. അത് സംഗീത അക്കാദമിയുടെ ഒരു മത്സരത്തിന് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് രചനാപരമായിട്ട് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് പ്രസിദ്ധീകരിച്ച നാടകം. പക്ഷെ അത് അവതരിപ്പിച്ചിട്ട് എനിക്ക് വല്ലാത്ത നിരാശയുണ്ടായി. അത് വലിയൊരു സംഭവമായിട്ട് മാറേണ്ടിയായിരുന്നു. ആ ഒരു വലിയ നിരാശയാണ് നാടക രംഗത്ത് ആകെയുള്ളൊരു നിരാശ. പക്ഷെ ആ ടീം നല്ല ടീമായിരുന്നു കേട്ടോ. അത് അവതരിപ്പിച്ച ചെറുപ്പക്കാരെന്ന് വെച്ചാൽ നല്ല ആത്മാർത്ഥമുള്ള ആൾക്കാരായിരുന്നു, നല്ല സംവിധായകനായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല. അത് എൻ്റെ ഒരു 30 നാടകങ്ങളിൽ എനിക്ക് നിരാശയുള്ള ആ സംഗതി മാത്രമേ ഉള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതിൽ. പിന്നെ ചെറിയൊരു നാടകങ്ങളും തെരുവ് നാടകങ്ങളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ അനുഭവം കടൽ തീരത്തിൻ്റെ അത് ചെയ്തത് പാടിയിൽ നാട്ടരങ്ങാണ്. അതിനുള്ള ജനങ്ങളുടെ പ്രതികരണം, അതുപോലെ ഈ അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്ന് പറഞ്ഞിട്ട് ജനകീയ കലാസമിതി കവണിശ്ശേരി ചെയ്ത ഒരു നാടകം, അതിനൊക്കെ വല്ലാത്തൊരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഒരുപാട് പേരിറക്കി വരുന്നത്. അലാവുദ്ദീൻ അത്ഭുതവിളക്ക് എന്ന് വെച്ചാൽ കളിച്ച ഇടത്തൊക്കെ കടൽത്തീരത്ത് ഇത് രണ്ടും കളിച്ചിടത്തൊക്കെ അവാർഡ് മേടിച്ച നാടകങ്ങളാണ്. അപ്പോൾ അതൊക്കെ വല്ലാത്തൊരു എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വീണ്ടും എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ കാര്യം. ഇനി അറിയേണ്ടത് ഈ കുടുംബത്തിന്റെ പിന്തുണ, അതായത് ഈ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ കൂടെ നിൽക്കുന്നത് കുടുംബം തന്നെയായിരിക്കും. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ. അതെ, അതിൽ ഇപ്പോൾ എൻ്റെ ഭാര്യ നിഷ നല്ല സപ്പോർട്ടാണ്. അവള് നല്ല വായനക്കാരിയാണ്. അതുപോലെ എൻ്റെ ഈ കാര്യത്തിൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ സംബന്ധിച്ചിട്ടിപ്പോൾ നികേഷ് പറഞ്ഞതുപോലെ ഇവിടെ കുട്ടികളെ പിടിച്ചാക്കിയിട്ടാണ് ഞാൻ മിക്കവാറും നാടകത്തിന് പോകാറ്. അവർ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരാൾ ജോലിക്കായി, ഒരാൾ പഠിക്കുകയാണ്. അവരെ എല്ലാം സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അനിയന്മാരുണ്ട്, അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരിക്കുക, അതാണ് സപ്പോർട്ട്. കാരണം ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ, നാടകത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ഇവിടെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യമാണല്ലോ. ഇവിടെ ഒരാൾ വേണ്ടേ, അങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ. ലക്ഷ്മണൻ ചെറുകുന്നിന്റെ ബേക്കറിയിൽ എത്തിയാൽ ഒരു പിടി നല്ല പുസ്തകങ്ങൾ വായിച്ച് മടങ്ങാനാവും. ഇനിയും ഒരുപാട് നാടകങ്ങളും പുസ്തകങ്ങളും ഒക്കെ രചിക്കാനുള്ള പണിപ്പുരയിലാണ് അദ്ദേഹമുള്ളത്. അതെല്ലാം തന്നെ എത്രയും വേഗം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.